Hello dears, welcome back to JK's Tutor. It's me, Namita Das. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ അവസാനത്തെ ചാപ്റ്ററായ യൂണിറ്റ് 8 ആണ്, റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസ് 2. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 5 ടോപ്പിക്സ് ആണ്. CVs, ലെറ്റർ റൈറ്റിംഗ്, റൈറ്റിംഗ് മെമ്മോസ്, ബ്ലോഗ് റൈറ്റിംഗ് ആൻഡ് എറ്റിക്യൂട്ട്സ് ഓർ നെറ്റിക്യൂട്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം. വാട്ട് ഈസ് കരിക്കുലം വിറ്റെ? കരിക്കുലം വിറ്റെ കോമൺലി അബ്രിവേറ്റഡ് ടു CV. അപ്പോൾ CVയുടെ ഫുൾ ഫോം എന്താണ് ശ്രദ്ധിക്കുക. കരിക്കുലം വിറ്റെ is a Latin term that translated as the course of one's life. എന്താണ് ഈ ഒരു CV എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? കരിക്കുലം വിറ്റ എന്നാണ്. അതൊരു ലാറ്റിൻ ടേമാണ്. അതിൻ്റെ മീനിങ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ദ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് എന്നാണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് യുവർ അക്കാഡമിക് ആൻഡ് വർക്ക് ഹിസ്റ്ററി. A well-formatted CV could dramatically improve an individual's chance to successfully obtain a desirable position. എന്താണ് ഈ ഒരു CVക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണുള്ളത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് യുവർ അക്കാഡമിക് ആൻഡ് വർക്ക് ഹിസ്റ്ററി. നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുടെയും അതുപോലെ വർക്ക് ഹിസ്റ്ററിയുടെയും ഒരു സമ്മറിയാണ് നമ്മൾ ഈ ഒരു CVയിലൂടെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. A well-formatted CV could dramatically improve an individual's chance to successfully obtain a desirable position എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഈ CV നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഒരു എഫിഷ്യൻസി നമ്മൾ ഈ ഒരു CVയിലൂടെ നമുക്ക് നമ്മുടെ ഒരു ഇൻ്റർവ്യൂവറെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു CV എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് തന്നെ ഇതിനെ കാണാൻ സാധിക്കും. ദെൻ നമുക്ക് നോക്കാം CV, ബയോഡാറ്റ ആൻഡ് റെസ്യൂം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CV, ബയോഡാറ്റ ആൻഡ് റെസ്യൂം? CV, ബയോഡാറ്റ, റെസ്യൂം ഇതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് CV എന്ന് പറയുമ്പോൾ ബയോഡാറ്റ എന്ന് പറയുമ്പോഴും റെസ്യൂം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം? CV എന്താണ്, ബയോഡാറ്റ എന്താണ്, റെസ്യൂം എന്താണ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക് ഒന്ന് നോക്കാം. While a CV, biodata and resume are roughly equivalent documents, there are important differences in its usage and content. Biodata, the short form of biographical data emphasis on personal particulars like date of birth, sex, nationality, marital status and so on. നമ്മൾ ബയോഡാറ്റ എന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ടുള്ളൊരു ഫോമാണ്. ബയോഗ്രഫിക്കൽ ഡാറ്റ എന്ന് പറയും. ഇതിൽ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ പെർട്ടിക്കുലേഴ്സ് ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, മാരിറ്റൽ സ്റ്റേറ്റസ് ആൻഡ് സോ ഓൺ. അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ഫോമിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബയോഗ്രഫിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഫോമാറ്റ് whereas resume is an advertising tool for selling oneself as a most qualified candidate. പക്ഷേ സെയിം ടൈം നമ്മൾ റെസ്യൂമിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ അഡ്വർടൈസിങ് ടൂൾ ഫോർ സെല്ലിംഗ് oneself as a most qualified candidate. ഒരു അഡ്വർടൈസിങ് ടൂൾ പോലെയാണ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ടൂളാണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ബയോഡാറ്റയിൽ നമുക്കറിയാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഡീറ്റെയിൽസ് നമ്മൾ ബയോഡാറ്റയിലൂടെ കൊടുക്കുന്നു. പക്ഷേ അതൊരു റെസ്യൂമിലേക്ക് മാറുമ്പോൾ, ഒരു റെസ്യൂമായി മാറുമ്പോൾ എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊരു ജോബ് കിട്ടണം എന്നുള്ള രീതിയിൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് വായിക്കുന്ന ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ റെസ്യൂം എന്ന് പറയുന്നത്. റെസ്യൂമിനേക്കാളും കുറച്ചുകൂടി ചെറിയ ആയിട്ടുള്ള ഷോർട്ട് ആൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബയോഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് ദർ ഈസ് നോ സ്പെസിഫിക് ഫോമാറ്റ് ഫോർ എ റെസ്യൂം. ഈ റെസ്യൂം നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് ബിസിനസ് ആയിട്ടുള്ള പർപ്പസിനും അതുപോലുള്ള കാര്യങ്ങൾക്കുമാണ്. ഇതിലൊരു സ്പെസിഫിക് ഫോമാറ്റോ കാര്യങ്ങളോ ഇല്ല എന്ന് വേണം പറയാൻ. ദ മോസ്റ്റ് ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ CV ആൻഡ് റെസ്യൂം ഈസ് ഇൻ ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ബയോഡാറ്റ അതുപോലെ റെസ്യൂം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു റെസ്യൂം ആൻഡ് CV തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിൽ തന്നെയാണ്. എ CV ഈസ് യൂസ്ഡ് പ്രൈമർലി വെൻ അപ്ലൈയിങ് ഫോർ ഫെലോഷിപ്സ് ആൻഡ് ഗ്രാൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാറ്റിക്. A CV is used primarily when applying for fellowships and grants. നമ്മൾ ഫെലോഷിപ്സിനും ഗ്രാൻസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ CV യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
Components of a CV. ഇനി CVനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. Components of a CV. CVയുടെ components നോക്കാം. A CV will have the following sections. CVക്ക് ചില sections ഉണ്ട്. അപ്പോൾ സെക്ഷനെ കുറിച്ച് നോക്കാം. First one, personal details. It is vital that the reader can spot at a glance not only your name but also precisely how to get in contact with you. Your CV should be headed with your name boldly and clearly before any other details. Then you can add your address, phone number, email address, date of birth, sex, marriage status, religion, Aadhaar number, etc. നമ്മുടെ സി വിയിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുമ്പം ആ ഒരു ഹെഡിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കി വെച്ചതിന് ശേഷം പഠിക്കുക, ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഈ ഒരു ഹെഡിങ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ നമ്മളെ പേര് എപ്പോഴും ബോൾഡായിട്ട് ഹെഡഡ് വിത്ത് യുവർ നെയിം ആണ്. സി വി ഷുഡ് ബി ഹെഡഡ് വിത്ത് യുവർ നെയിം എന്നാണ് പറയുന്നത്. ബോൾഡ്ലി ആൻഡ് ക്ലിയർലി ബിഫോർ എനി അതർ ഡീറ്റെയിൽസ്. നമ്മൾ എന്ത് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ പേരിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സി വിയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ പേരിൻ്റെ കൂടെ തന്നെ നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള പാർട്ടിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഒരു സബ് ടോപ്പിക് നെക്സ്റ്റ് നോക്കാം. Components of CV വരുന്ന അടുത്ത ടോപ്പിക് പ്രൊഫഷണൽ പ്രൊഫൈൽ. Professional profile is a brief statement that is very beginning of a CV which conveys the reader an overall impression of your key personal and professional characteristics. This part includes your academic or personal experiences and your abilities which are crucial for the job. അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ഉള്ള നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എബിലിറ്റീസ്, അതുപോലെ നിങ്ങൾ ഈ ജോബിന് എത്രത്തോളം ആപ്റ്റാണ്, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രൊഫഷണൽ ആ ഒരു എഫിഷ്യൻസി കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഒബ്ജക്റ്റീവ്സ്. The task of the objective section is to explain your preferred career directions and details on what you hope to achieve from your future career. While writing an objective statement, you should write down the types of position, types of organization or setting, and specific skill you want to use or develop in your next job. നിങ്ങളുടെ ഈ ഒരു നെക്സ്റ്റ് ജോബിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ നിങ്ങൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഐഡിയാസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എത്രത്തോളം ഈ ജോബിന് ആപ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി ഇൻ്റർവ്യൂവറിന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ Education and qualification. This part includes descriptions of your qualification, the dates you receive your qualification, what grades, class, marks you achieved, then the names of the institution, special certifications, licenses, additional vocational training, etc. പിന്നീട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഓരോ ക്വാളിഫിക്കേഷനും, നിങ്ങൾ ഓരോ കോഴ്സുകൾ പാസ് ഔട്ട് ആയിട്ടുള്ള ഇയർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്, നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് കൊടുക്കേണ്ടത്. നിങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. Then next topic, career history or work experience. Start with your present, the most recent job and work all the way back to your very first job. In this part, you need to specify the dates you worked for each organization, your job title or function, the name of the organization you worked for, along with the location, a compelling description of what your role entitled. നിങ്ങൾ മുന്നേ ജോബ് ചെയ്തിരുന്ന സ്ഥലം, നിങ്ങൾ ചെയ്തിരുന്ന പോസ്റ്റ്, ഒരു സ്ഥാപനത്തെക്കുറിച്ച്, അങ്ങനെ സകല ഡീറ്റെയിൽസും നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് കൂടിയാണ്. The next topic, key skills. A key skill section is a summary of the main skills and abilities you are offering to the prospective employer. You can include your communication skill, interpersonal skill, administrative skill, organizational skills, presentation skills, etc. നിങ്ങളുടെ കീ സ്കിൽ, നിങ്ങളുടെ കഴിവുകൾ അതുപോലെ നിങ്ങളുടെ പ്രത്യേക സ്കില്ലും കാര്യങ്ങളും ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു പൊസിഷൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഏത് തരത്തിലുള്ള സ്കില്ലുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഈ കീ സ്കിൽസ്. Then achievements.
In this section, you can highlight your personal, professional and academic achievements. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പ്രൊഫഷണലായിട്ട് അക്കാഡമിക്കായിട്ട് എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും. Then interest and activities. You can simply summarize your interest and extracurricular activities in this section such as sports, acting, dancing, painting and creative writing, etc. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇതിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കണം. Then references. The references listed should be willing to confirm your claims. You can be they can be your teachers, supervisors, former boss, even neighbors if they are professionals connected with the job you are applying for. Then last പോർഷനിൽ വരുന്നത് റെഫറൻസ് ആണ്. എന്തുകൊണ്ട് നിങ്ങളെ ടീച്ചേഴ്സ് ആയിരിക്കാം, നിങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ കഴിവിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, ദെൻ സൂപ്പർവൈസേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫോമർ ബോസ് ആയിരിക്കാം, ഈവൻ നെയ്ബേഴ്സ് പോലും ആയിരിക്കാം. ഈ ഒരു പ്രൊഫഷണൽസ് ആയിട്ട് ഇഫ് ദേ ആർ പ്രൊഫഷണൽസ് കണക്റ്റഡ് വിത്ത് ദ ജോബ് യു ആർ അപ്ലൈയിങ് ഫോർ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫറൻസ് പാർട്ടിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സി വിയിൽ ശ്രദ്ധിക്കേണ്ടത്. സി വി 1 or 2 pages ഒക്കെ ലോങ് ആയി പോവാറുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ സി വിയിലൂടെ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കാര്യത്തിൽ ഇമ്പ്രസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സി വി എഴുതുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു സി വിൻ്റെ ഒരു മോഡൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക. ആ മോഡലൊന്ന് നോക്കിയതിന് ശേഷം എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇപ്പോൾ ഒരു ബയോഡാറ്റ അറിയുന്ന ആളാണെങ്കിലും റെസ്യൂം അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ സി വി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കുറച്ചുകൂടെ സി വി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലെങ്തിയർ ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ദ നെക്സ്റ്റ് ടോപ്പിക് ലെറ്റർ റൈറ്റിംഗ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ഒരു പക്ഷേ ലെറ്റർ എഴുതാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ലെറ്റേഴ്സ് എഴുതേണ്ട സാഹചര്യം കുറവാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ലെറ്റർ എഴുതി കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ചില കംപ്ലയിൻറ്റ്സ് എഴുതുമ്പം ഒക്കെ നമുക്ക് ലെറ്റർ എഴുതേണ്ടി വരാറുണ്ട്. അപ്പോൾ ലെറ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് പോയിന്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചുവിടാം. ഡിസൈഡ് ദ ടോപ്പിക്. തീർച്ചയായിട്ടും നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ആ ടോപ്പിക് ഒന്ന് ഡിസൈഡ് ചെയ്യണം. ദെൻ തിങ്ക് അബൌട്ട് ദ റിസീവറിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ വേണം. നമ്മൾ ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത് അത്. ഐഡൻറ്റിഫൈ ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഗെദർ ഇൻഫർമേഷൻ യു നീഡ് ആൻഡ് ഡു അഡീഷണൽ റിസർച്ച് ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ്. നമ്മൾ ഈ ഒരു കാര്യം എഴുതുമ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു ലെറ്റർ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്ന കാര്യത്തെക്കുറിച്ചൊരു റിസർച്ച് ആവശ്യമാണ്. അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടതാണ്. ദെൻ മേക്ക് എ സിമ്പിൾ ഔട്ട്ലൈൻ ഓഫ് ദ പോയിന്റ് യു നീഡ് ടു കവർ. ദെൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊരു സിമ്പിൾ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദെൻ അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ്. ടൈപ്സ് ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ടൈപ്പ് ലെറ്റേഴ്സാണുള്ളത്. ഒന്ന് ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ ഓർ പേഴ്സണൽ ലെറ്റർ. ഫോർമലായിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഇൻഫോർമലായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇൻഫോർമൽ ലെറ്റേഴ്സ് ഹാവ് 1 or more ഓഫ് ദ ഫോളോയിങ് പർപ്പസസ്. കുറച്ച് പർപ്പസസ്, ഇതിൻ്റെ പർപ്പസ് നമുക്ക് നോക്കാം. ടു തിങ്ക്, ടു ഗിവ് ന്യൂസ്, ടു അപ്പോളജൈസ്, ടു ഇൻവൈറ്റ്, ടു റിപ്ലൈ അനദർ ലെറ്റർ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. ജനറൽ ഫോർമാറ്റ് ഓഫ് എൻ ഇൻഫോർമൽ ലെറ്റർ. റൈറ്റ് യുവർ അഡ്രസ് ആൻഡ് ദ ഡേറ്റ് അറ്റ് ദ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ പേജ്. എങ്ങനെയാണ് നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അഡ്രസ്സ് അതുപോലെ ഡേറ്റ് നമ്മൾ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണർ സൈഡ് ഓഫ് ദ പേജിൽ നമ്മളത് എഴുതണം. ബിഗിൻ വിത്ത് എ സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് ലൈക്ക് ഡിയർ. പിന്നെന്താണ്, നമ്മളൊരു സല്യൂട്ടേഷൻ ആഡ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡിയർ. അതുപോലെ എന്തെങ്കിലും ഒരു ഗ്രീറ്റിംഗ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ലെറ്റർ എഴുതാൻ തുടങ്ങുക. സെറ്റ് ദ മെയിൻ പർപ്പസ് ഓഫ് യുവർ ലെറ്റർ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മെയിൻ പർപ്പസിനെ കുറിച്ചൊരു ഐഡിയ അന്ന് കിട്ടണം. നോ നീഡ് ടു ഫോളോ പങ്ക്ച്വേഷൻ റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. യൂസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ടു സെൻഡ് ഗുഡ് വിഷസ് ആൻഡ് മെൻഷൻ യുവർ ഫ്യൂച്ചർ മീറ്റിംഗ് ആൻഡ് സോ ഓൺ. ഗുഡ് വിഷസും അതുപോലെ ഫ്യൂച്ചർ മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പാരഗ്രാഫ് യൂസ് ചെയ്യാം. ദെൻ ഫിനിഷ് ലെറ്റർ വിത്ത് എ ഫെയർവെൽ
മെസ്സേജ് ലൈക്ക് ലവ്, ബെസ്റ്റ് വിഷസ്, റിഗാർഡ്സ്, സീ യു സൂൺ, ഓൾ മൈ ലവ് എറ്റ്സെട്ര. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ലെറ്റർ ഫിനിഷ് ചെയ്യണം. ഇൻഫോർമൽ ലെറ്റർ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങളെ ഫ്രണ്ടിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ ഒരു കത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് അത് ജസ്റ്റ് അത് ചിന്തിച്ച് ഒരുപാട് ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടേതായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എഴുതുന്ന തരത്തിലുള്ള കത്തുകളാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ്. അതിലൊരു അതെങ്ങനെ ഫിനിഷ് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ദ സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഓൾ ദ ലൈൻസ് അലൈൻ ടുവേർഡ്സ് ദ ലെഫ്റ്റ് മാർജിൻ. എല്ലാ ലൈൻസും ലെഫ്റ്റ് മാർജിനിലേക്ക് അലൈൻ ചെയ്യണം. ദ ഫസ്റ്റ് ഇൻഫർമേഷൻ യു പുട്ട് ഓൺ ദ ഫോർമൽ ലെറ്റർ ഈസ് യുവർ നെയിം, അഡ്രസ് ആൻഡ് ദ ഡേറ്റ്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? യുവർ നെയിം, അഡ്രസ് ആൻഡ് ദ ഡേറ്റ്. Then type of recipient address, use their full name and include their title, Mr., Mrs., Doctor, etc. If you don't know the person, begin with the position of the person. Then എന്താണ് റെസിപ്പിയൻ്റ് അഡ്രസ്സ്, അത് മിസ്റ്റർ, മിസ്സസ്, ഡോക്ടർ എന്നൊക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് ഇനി അവരറിയില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് എന്താണോ അത് എഴുതേണ്ടതാണ്. ദെൻ സ്കിപ്പ് എ ലൈൻ ആൻഡ് റൈറ്റ് യുവർ സല്യൂട്ടേഷൻ. ഒരു ലൈൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം സല്യൂട്ടേഷൻ കൊടുക്കുക. ഡിയർ സർ, മാം, ഡിയർ മാനേജർ etc. Begin the letter with a purpose and a reference if any. Keep to the point, be brief and give all the necessary information. Conclude the letter with yours sincerely or sincerely. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മറ്റ് ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്? ബെസ്റ്റ് വിഷസ്, ലവ്, ലൈക്ക്, ലവ്, ബെസ്റ്റ് വിഷസ്, റിഗാർഡ്, സീ യു സൂൺ, ഓൾ മൈ ലവ് എറ്റ്സെട്ര. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? യു ആർ സിൻസിയർലി ഓർ സിൻസിയർലി. After the complimentary clause, skip 3 lines and write your full name. കോംപ്ലിമെൻ്ററി ക്ലോസിന് ശേഷം ഒരു 3 ലൈൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫുൾ നെയിം എഴുതേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമൽ ലെറ്ററും തമ്മിലൊരു ഡിഫറൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. ഇൻഫോർമലാണോ ഫോർമലാണോ എഴുതാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതായത് വേർഡ്സ് ആപ്റ്റായിട്ടുള്ള വൊക്കാബുലറിയും കാര്യങ്ങളും റൂൾസും യൂസ് ചെയ്തിട്ട് ലെറ്റർ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ കവർ ലെറ്റേഴ്സ്. എ കവർ ലെറ്റർ is a one-page document that along with your CV is sent with your job application. A strong cover letter makes your application stand out. എന്താണ് കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സി വിയുടെ കൂടെ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അതായത് ഒരു പേജ്, ഒറ്റൊരു പേജിൻ്റെ ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ അറ്റാച്ച് സി വിയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ലെറ്റേഴ്സിനെയാണ് നമ്മൾ കവർ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. എവറി കവർ ലെറ്റർ ഷുഡ് ബി ഇൻക്ലൂഡഡ്. കവർ ലെറ്ററിൽ എന്താണ് ഉൾപ്പെടുന്നത് നോക്കാം. അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത്? യുവർ കോൺടാക്ട് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ്, എംപ്ലോയേഴ്സ് കോൺടാക്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഈ കാര്യം ആദ്യത്തെ ലെറ്റേഴ്സിനെ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാവരും ആഡ് ചെയ്യണം. യുവർ കോൺടാക്ട് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ്, എംപ്ലോയർ കോൺടാക്ട് ഇൻഫർമേഷൻ. ആദ്യത്തെ ലെറ്റേഴ്സിൽ അങ്ങനെയല്ല, നിങ്ങളുടെ പേരും കാര്യങ്ങളുമാണ്. ഇതിൽ കോൺടാക്ട് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ് ആഡ് ചെയ്യണം, എംപ്ലോയേഴ്സ് കോൺടാക്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യണം. അതുപോലെ പാരഗ്രാഫ് 1 റീസൺ ഓഫ് റൈറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്. പാരഗ്രാഫ് 2 യുവേഴ്സ് ഓഫേഴ്സ് ടു ദം, നിങ്ങളുടെ ഓഫേഴ്സ് സി വിൻ്റെ കൂടെയല്ലേ നിങ്ങളിത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓഫേഴ്സ് എന്താണ്, അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാം. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് 3 വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കുക, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ ക്ലോസിങ്, അതിനുശേഷം ലെറ്റർ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്കിത് എഴുതാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ലെറ്റർ റൈറ്റിംഗ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 1-2 മോഡൽസൊക്കെ എഴുതിയതിന് ശേഷം പോവുക. ജസ്റ്റ് ഇതൊന്ന് ഒരു തവണ വായിച്ചതിന് ശേഷം ചില വേർഡ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ, സല്യൂട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇൻഫോർമലാണെങ്കിലും ഫോർമലാണെങ്കിലും ചെറിയ മാറ്റങ്ങളാണെന്നുണ്ടെങ്കിലും സല്യൂട്ടേഷനിലും ക്ലോസിങ്ങിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു മോഡലെങ്കിലും ഒന്ന് എഴുതിയിട്ട് പോകാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഓൺ റൈറ്റിംഗ് ഇമെയിൽ. Email is short of electronic mail, similar to a letter, and is widely used in all but most formal business situation. Email നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ബട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ് ഒക്കേഷൻസിലാണ് നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യാറുള്ളത്. ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. ദെൻ ഇറ്റ് ഈസ് മോർ, ഇമെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും വളരെ വൈഡായിട്ട് നമ്മൾ ഇമെയിലാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് മോർ സെക്യൂർ ആൻഡ് ലോ കോസ്റ്റ്. യു ക്യാൻ അറ്റാച്ച് ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ ഫയൽസ് ടു എൻ ഇമെയിൽ. നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ നമ്മളൊരു ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ കിട്ടുന്ന സ്പേസിൽ നമ്മൾ എഴുതിയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നല്ലാതെ കൂടുതൽ ഇൻഫർമേഷൻ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇമെയിലിൻ്റെ കേസിൽ അങ്ങനെയല്ല, നമുക്ക് കുറഞ്ഞ ഒരു ഇത് തന്നെ ഇഷ്ടം പോലെ
ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനും കൺവേ ചെയ്യാനും സാധിക്കും. അതാണ് ഇമെയിലിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ഇമെയിലിൻ്റെ ഫോമാറ്റ് നോക്കാം. an email has to then CC carbon copy സബ്ജക്റ്റ് ലൈൻ ഉണ്ടായിരിക്കും. ഇഫ് ദ മെയിൽ ഇസ് ഇൻ റിപ്ലൈ ദർ ഈസ് എ ഡിഫോൾട്ട് സബ്ജക്റ്റ് ലൈൻ റീ. ഓക്കെ, ഇതൊരു റിപ്ലൈ ആണെങ്കിൽ ഒരു ഡിഫോൾട്ട് സബ്ജക്റ്റ് ലൈൻ റീ ഉണ്ടായിരിക്കാം, RE. ദെൻ സല്യൂട്ടേഷൻ, അത് ഓപ്ഷണലാണ്. ദെൻ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? റീസൺസ് ഫോർ റൈറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നത്. ദെൻ മെയിൻ പോയിൻറ്റ്സ് എഴുതണം. ഡെവലപ്പിംഗ് ഓഫ് പോയിൻ്റ് ഓപ്ഷണലാണ്. അഡീഷണൽ പോയിൻറ്റ്സ് ഓപ്ഷണലാണ്. ദെൻ ക്ലോസിംഗ് ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരു ടു ഉണ്ടായിരിക്കും, ഒരു ടു അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ദെൻ കാർബൺ കോപ്പി. സോ ഈ ഒരു ടു എന്നുള്ളിടത്ത് നമ്മൾ ടു അഡ്രസ്സ് കൊടുക്കണം, സാധാ ഒരു ലെറ്ററിനെ പോലെ തന്നെ. അതുപോലെ കാർബൺ കോപ്പി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെയിം ഒരു കോപ്പി നമുക്ക് ഇപ്പോൾ ഒരു ലെറ്റർ തന്നെ പലർക്കും സെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഈ കാർബൺ കോപ്പി എന്നുള്ള ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ സാധാ ലെറ്റർ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതിയാവും. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇമെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ക്ലിയർ. ബ്രീഫ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അവോയ്ഡ് മിസ്റ്റേക്സ് ആൻഡ് എഡിറ്റ് കെയർഫുള്ളി ബിഫോർ സെൻഡിങ്. സെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പം ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ നിന്നാലും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ഇമെയിലിൻ്റെ കേസ് ആലോചിച്ച് നോക്കി, നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും അത് ക്ലിയർ ആയിട്ട് എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. യൂസ് എ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ടു എൻഷുർ യുവർ മെയിൽ ഈസ് ഈസി ടു റീഡ്. വായനക്കാരന് പെട്ടെന്ന് വായിക്കാൻ സാധിക്കും. നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവോയ്ഡ് റൈറ്റിംഗ് സർക്കാസ്റ്റിക് ഓർ ആംഗ്രി കമൻറ്റ്സ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കണം. സർക്കാസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ആംഗ്രി കമൻറ്റ്സോ ഒന്നും ഇമെയിലിലൂടെ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇഫ് യു ആർ റൈറ്റിംഗ് ഇമെയിൽ ടു പീപ്പിൾ വിതിൻ യുവർ കമ്പനി അവോയ്ഡ് അഡ്രസ്സിംഗ് ദം ആസ് ഡിയർ. നിങ്ങളുടെ കമ്പനിക്കുള്ളിലെ ആൾക്കാർക്ക് നിങ്ങൾ ഇമെയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അവിടെ ഒരു അഡ്രസ്സിങ് സല്യൂട്ടേഷൻ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എൻഡിങ് ആൻ ഇമെയിൽ ബൈ റൈറ്റിംഗ് ലൈക്ക് കൈൻഡ് റിഗാർഡ്സ്, ബെസ്റ്റ് വിഷസ്, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമെയിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ പങ്ക്ച്വേഷൻസ് ഇൻ ഇമെയിൽ. യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേർഡ് നെസസറി. എവിടേക്കാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് കറക്റ്റ് അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഡ് ചെയ്യാം. യു ഷുഡ് അവോയ്ഡ് യൂസിങ് ടു മെനി അബ്രിവേഷൻസ്. ഒരുപാട് അബ്രിവേഷൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഹവെവർ ദർ ആർ സം സ്റ്റാൻഡേർഡ് അബ്രിവേഷൻസ് വിച്ച് ആർ ജനറലി അണ്ടർസ്റ്റുഡ് സച്ച് ആസ്. നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ എറ്റ്സെട്ര നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അത്തരത്തിലുള്ള അബ്രിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അല്ലാതെ അബ്രിവേഷൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമെയിലിൽ പറയാനുള്ളത്. ഇതുവരെ ഇമെയിൽ ചെയ്യാത്ത ആൾക്കാർ, ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാത്ത ആൾക്കാർ ഇത് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വരില്ല, എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതാണ്, നെറ്റ് കണക്ഷനും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിനൊരു ഇമെയിൽ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇമെയിലിൻ്റെ കാര്യങ്ങളിൽ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇതിപ്പോൾ ലെറ്ററിൻ്റെ പകരം ഇതൊരു ഇലക്ട്രോണിക് മെയിലാണ്. അപ്പോൾ നമുക്ക് അത് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുക ഈസി വേ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെയിൽ ചെയ്യുക, നമ്മുടെ ഫ്രണ്ടിനൊരു മെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് ഒന്ന് മെയിൽ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ടോപ്പിക്, റൈറ്റിംഗ് സമ്മറി. എന്താണ്? നമ്മൾ ഒരുപാട് നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യമാണ് സമ്മറി എന്താണ്? നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഓർ എ പീസ് ഓഫ് റൈറ്റിംഗ്, ഇതിനൊക്കെ ഒരു ഇറ്റ് ഈസ് നോട്ട് എ റിട്ടൺ ഫോം ഓഫ് ദ ഒറിജിനൽ. ഒരിക്കലും നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആ ഒറിജിനലിൻ്റെ ഒരു റിട്ടൺ ഫോം അല്ല സമ്മറി. അതിൻ്റെ പകരം എന്താണ്? To write a summary, use your own words to express briefly the main ideas and relevant details of the piece you have read. എന്താണ്? നിങ്ങൾ വായിച്ചതിന് ശേഷം, ഒരു പുസ്തകം നിങ്ങൾ വായിച്ചതിന് ശേഷം, ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ, നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചുരുക്കി പ്രസൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സമ്മറി എന്ന് പറയും.
The purpose of writing summary is to give the basic ideas of the original reading. ആ ഒരു ഒറിജിനൽ റീഡിങ്ങിൻ്റെ ബേസിക് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സമ്മറി എന്ന് പറയുന്നത്. When preparing to write a summary, understand the material you are working with. നിങ്ങൾ എഴുതാൻ പോകുന്ന മെറ്റീരിയലിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കുക. Try to identify the purpose of the reading. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് റീഡ് ചെയ്യുന്നത്, ആ പർപ്പസ് ഒക്കെ മനസ്സിലാക്കി വയ്ക്കുക. Identify what type of text you are dealing. എന്ത് ടൈപ്പ് ടെക്സ്റ്റുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. Skim the text and identify the main idea of the text, noting in your mind the titles and subheadings and highlights the important points. എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കത് എഴുതേണ്ടതാണ്. അപ്പോൾ ടൈറ്റിൽസ്, സബ്ഹെഡിങ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ മനസ്സിൽ വെച്ച് അത് എഴുതണം. റീഡ് വിത്ത് ഹൂ, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസ് ഇൻ മൈൻഡ് ആൻഡ് ടേക്ക് നോട്ട്സ്. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആര്, എപ്പോൾ, എവിടെ, എന്ത്, എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ സമ്മറി എഴുതാൻ വേണ്ടിയിട്ട്. റൈറ്റ് ഡൗൺ മെയിൻ പോയിൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം എഴുതണം. ഗോ ത്രൂ ദ പ്രോസസ്സ് അഗൈൻ, മേക്കിംഗ് ചേഞ്ചസ് അറ്റ് അപ്രോപ്രിയേറ്റ്. വീണ്ടും ആ ഒരു പ്രോസസ്സിലൂടെ പോവുക, എന്തെങ്കിലും ഒന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലും ചേഞ്ചസ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആയിട്ട് കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യമാണ് സമ്മറിയിൽ പറയാനുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു സമ്മറി കൊണ്ട് നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമുക്ക് പലപ്പോഴും ഒരു പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ആ പുസ്തകത്തിനെ കുറിച്ച് മനസ്സിലാക്കണം, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, ഇൻസിഡൻസ്, അതുപോലെ അതിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അതിനെക്കുറിച്ച് ഫെമിലിയർ ആയിട്ട് നമുക്കതിനെക്കുറിച്ച് കിട്ടുന്ന ഒരു മാർഗ്ഗം, അത് കിട്ടാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സമ്മറികൾ വായിക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും എക്സാമിൻ്റെ സമയത്താണെങ്കിലും നമുക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കറക്റ്റ് ടെക്സ്റ്റ്, ഒരു ഡ്രാമയോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് സമയം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ സമ്മറി ഉണ്ടോയെന്ന് തപ്പിപ്പോവാറുണ്ട്. അപ്പോൾ ആ സമ്മറിയിലൂടെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളും പലപ്പോഴും കിട്ടാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, ഇൻസിഡൻറ്റ്, ആക്ടുകളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് നമ്മൾ സമ്മറി വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ എഴുതുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സമ്മറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് റൈറ്റിംഗ് മെമ്മോസ്. എ മെമ്മോ, ഷോർട്ട് ഫോർ മെമ്മറാൻഡം, is normally used for communicating policies, procedures or related official business within an organization. ഒരു ഓർഗനൈസേഷനകത്ത് ചില പോളിസീസ്, പ്രൊസീജിയേഴ്സ് അതുപോലെ ഉള്ള മാറ്റേഴ്സൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മെമ്മറാൻഡം അഥവാ മെമ്മോ. A memo's purpose is to inform others about new or changed policies, procedures, organizational details, but it occasionally include an element of persuasion. എന്താണ് മെമ്മോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും പോളിസിയിലോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷനകത്ത് തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കുക നമ്മൾ ഈ ഒരു മെമ്മോയിലൂടെയാണ് നമ്മൾ ബാക്കിയുള്ളവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുക. ദെൻ മെമ്മോ സ്ട്രക്ചർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു മെമ്മോയുടെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് ലൈൻ summarizes the main ideas. Think of it as being preceded by the word this memo is about. ഒരു സബ്ജക്റ്റ് ലൈൻ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സബ്ജക്റ്റ് അതിൽ നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം. ദിസ് മെമ്മോ ഈസ് എബൌട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി നമുക്ക് എന്താണോ ആ കാര്യം അത് അതിലൂടെ കൺവേ ചെയ്യാം. ദെൻ ഇൻട്രോഡക്ടറി പാരഗ്രാഫ്, ക്വിക്ക്ലി ഇൻഫോം ദ റീഡർ അബൌട്ട് വാട്ട് ദ മെമ്മോ ഈസ്. എന്താണ് ഈ മെമ്മോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ മെമ്മോ എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലൂടെ നമ്മൾ റീഡേഴ്സിനെ അറിയിക്കണം. ഗിവ് യുവർ പർപ്പസ് ഓഫ് റൈറ്റിംഗ്, സപ്ലൈ ഇൻ റിലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ഐഡൻറ്റിഫൈ എനി ടാസ്ക് ദ മെമ്മോ ഈസ് റിലേറ്റഡ് ടു. എന്തെങ്കിലും ടാസ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ദ നെക്സ്റ്റ് ബോഡി, കൺവേ ദ ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് റെലവൻറ്റ് ടു ദ മെമ്മോസ് പർപ്പസ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെമ്മോ എഴുതുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസും ഇൻഫർമേഷനും എല്ലാം ഈ ഒരു ഭാഗത്ത് കൂടി വേണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ. കീപ് പാരഗ്രാഫ്സ് ഷോർട്ട് ആൻഡ് ഫോക്കസ്ഡ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഷോർട്ടായിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കണം ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. വൺ മെയിൻ ഐഡിയ പെർ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫിൽ ഒരു ഐഡിയ, ആ രീതിയിൽ വേണം നിങ്ങൾ മെമ്മോ പ്രസൻറ്റ് ചെയ്യാൻ. കീപ് സെൻറ്റൻസസ് ടൈറ്റ് ആൻഡ് ഇൻഫോർമേഷൻ, എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ വേർഡി ആവരുത്, വേർഡിനെസ് ഇതിൽ അവോയ്ഡ് ചെയ്യണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വേണം ഇത് പ്രസൻറ്റ് ചെയ്യാൻ. യൂസ് ബുള്ളറ്റ്സ് ടു ലിസ്റ്റ് ഇൻഫർമേഷൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ ബുള്ളറ്റ്സ് യൂസ് ചെയ്യാം. ദെൻ ക്ലോസ്, എൻഡ് courteously. Think of a phone call or face-to-face meeting. Stating any expected outcome, action or other information appropriate your purpose. For example, please send me your comments and suggestions by January
16th. Let me next week to go over the next stage in the plan. എന്തെങ്കിലും ഒരു സ്റ്റേറ്റിംഗ് എനി എക്സ്പെക്റ്റഡ് ഔട്ട്കം ആക്ഷൻ ഓർ അതർ ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ് യുവർ പർപ്പസ്. നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെമ്മോയിൽ പറയുന്നത്. അത് എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയാണ് മെമ്മോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റൈറ്റിംഗ് ബ്ലോഗ്സ്. സോ വാട്ട് ഈസ് ബ്ലോഗ്? ബ്ലോഗ് ഷോർട്ടനിങ് ഓഫ് വെബ് ബ്ലോഗ്. ഈ വെബ് ബ്ലോഗിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് ബ്ലോഗ് എന്ന് പറയുന്നത്. ഈസ് എൻ ഓൺലൈൻ ജേർണൽ ഓർ ഇൻഫർമേഷണൽ വെബ്സൈറ്റ് ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ ഇൻ എ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അതൊരു ഇൻഫർമേഷണൽ ഒരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ which displays information in a reverse chronological order, അതായത് വിത്ത് ലേറ്റസ്റ്റ് ഫോട്ടോസ് അപ്പിയറിങ് ഫസ്റ്റ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഫസ്റ്റ് ആണ് അപ്പിയർ ചെയ്യുക. അപ്പോൾ ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്കിത് കാണാൻ സാധിക്കും ഈ ഒരു ബ്ലോഗിൽ. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം എ റൈറ്റർ ഓർ ഈവൻ എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഷെയർ ദെയർ വ്യൂസ് ഓൺ എൻ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ ഒരു ഓതർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ വ്യൂസും കാര്യങ്ങളും എല്ലാം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ ഈ ബ്ലോഗിൽ ഒരു 2 മാർക്സിന് ചോദിക്കാൻ പറ്റിയ ചില കുറച്ച് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലോഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്ലോഗ് എ ജേർണൽ ഓർ എ ഡയറി ദാറ്റ് ഈസ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഒരു ഇൻ്റർനെറ്റിൽ കാണാൻ സാധിക്കുന്ന ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു ഡയറി, അതിന് നമ്മൾ ബ്ലോഗ് എന്ന് പറയും. ദെൻ ബ്ലോഗർ നൗണാണ്. എ പേഴ്സൺ ഹൂ കീപ്സ് എ ബ്ലോഗ്. ഒരു ബ്ലോഗ് കീപ്പ് ചെയ്യുന്ന ഒരാൾ, ബ്ലോഗ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ബ്ലോഗർ എന്ന് പറയും. ബ്ലോഗേഴ്സ് ആർ ബ്ലോഗേഴ്സ് ആർ റെവല്യൂഷനൈസിങ് ദ വേ ന്യൂസ് ഈസ് ഷെയർഡ്. ഓക്കെ, ദെൻ ബ്ലോഗ് വേർബ് ആണെങ്കിൽ ടു റൈറ്റ് എ ബ്ലോഗ്. ഒരു ബ്ലോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോഗ് എഴുതുക, ബ്ലോഗിൽ എഴുതുക. ഓക്കെ, ദെൻ ബ്ലോഗിങ് ദ ആക്ഷൻ ഓഫ് റൈറ്റിംഗ് എ ബ്ലോഗ്. എഴുതുന്നതിനെ, അതായത് വേർബാണ്. ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓഫ് റൈറ്റിംഗ് എ ബ്ലോഗ്, ബ്ലോഗിലെ എഴുത്തിനെ. ബ്ലോഗിങ് ഈസ് മൈ വേ ഓഫ് ഷെയറിങ് മൈ പാഷൻസ് വിത്ത് വേൾഡ്. ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഈ ലോഗമായിട്ട് എൻ്റെ പാഷൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് എനിക്ക് ബ്ലോഗിങ്. അതൊരു മാർഗ്ഗമാണ്. ദെൻ ബ്ലോഗ് എന്ന് പറയുമ്പോൾ ടു റൈറ്റ് ബ്ലോഗ്. ഐ എം ഗോയിങ് ടു ബ്ലോഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. ഞാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നു, ഞാൻ എഴുതാൻ പോകുന്നു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഞാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്, അത് മനസ്സിലാക്കി വെക്കുക. ദെൻ ബ്ലോഗിൻ്റെ സ്ട്രക്ചർ ഒരു ഹെഡർ ഉണ്ടായിരിക്കും. ദെൻ മെയിൻ കണ്ടൻറ് ഏരിയ, സൈഡ് ബാർ വിത്ത് സോഷ്യൽ പ്രൊഫൈൽസ്, ഫുഡർ വിത്ത് റിലവൻറ്റ് ലിങ്ക്സ് ലൈക്സ് ഡിസ്ക്ലെയിമർ, പ്രൈവസി പോളിസി, കോൺടാക്ട് പേജ് എറ്റ്സെട്ര. ദെൻ ബ്ലോഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ബ്ലോഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, ആർക്കൈവ്സ്. You may look at the front page of the blog and overlook its appearance. In most cases, they have few recent articles or links to other blog posts, but much more hidden below the surface. When you post a new article on your blog, it appears on the first page. The more content you post, it begins to going down the list. Eventually, it will move to the next page. Archives of your blogs. Okay, അപ്പോൾ archives എന്ന് പറഞ്ഞാൽ ബ്ലോഗിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പം വെൻ യു പോസ്റ്റ് എ ന്യൂ ആർട്ടിക്കിൾ ഓൺ യുവർ ബ്ലോഗ്, നിങ്ങളൊരു പുതിയ ആർട്ടിക്കിൾ നിങ്ങളുടെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ഫസ്റ്റ് പേജ്. അത് ഫസ്റ്റ് പേജിൽ അപ്പിയർ ചെയ്യും. ദ മോർ കണ്ടൻറ്റ് യു പോസ്റ്റ്, പിന്നീട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് മോർ കണ്ടൻറ്റ്സ് അതിൽ വരുന്നതിനനുസരിച്ച് ഇറ്റ് ബിഗിൻസ് ടു ഗോയിങ് ഡൗൺ ദ ലിസ്റ്റ്. ആ ലിസ്റ്റിൻ്റെ താഴേക്ക് ഇത് വരാൻ തുടങ്ങും. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞല്ലോ. ഈവൻച്വലി ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ് മീൻസ് ആർക്കൈവ് യുവർ ബ്ലോഗ്. Okay, the next point, bells and widgets. Widgets are essentially on-screen tools that allow you add extra functions with little efforts. Some of the most common widgets you will see on a basic free blog site include common ആയിട്ടുള്ള ചില വിഡ്ജറ്റ്സിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. A counter display visitor traffic on your blog, a search box that enable visitors to search your blog, then a list of categories that allows visitors to view your post related certain topics of interest. ഒരു ലിസ്റ്റ് ഓഫ് കാറ്റഗറി നമുക്ക് കാണിക്കാം, വിഡ്ജറ്റ്സ് ആണ് പറയുന്നത്. Then a list of keywords that allow you to share direct links to your favorite websites and blogs. Then keywordsൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം നമുക്ക് അതൊരു ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിങ്ക്സ് ഷെയർ ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിലേക്ക് നിങ്ങളെ എത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. Then
Comments. Feedback from visitors is critical to any blogger who writes and posts content online. Conversational post encourages interaction with bloggers. At the end of every blog article, readers can share their different opinion by comments. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ കമൻസും കാര്യങ്ങളും രേഖപ്പെടുത്താൻ നമ്മളൊരു ബ്ലോഗ് വായിച്ചു കഴിഞ്ഞാൽ, ബ്ലോഗിലെ ഒരു കണ്ടൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മുടെ വായനക്കാർക്ക് നമുക്കതിലെ നമ്മുടെ കമൻസും കാര്യങ്ങളും എല്ലാം കൺവേ ചെയ്യാൻ സാധിക്കും. സോ അതിനുള്ള ഒരു ഭാഗത്തിനെയാണ്, അല്ലെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോഗ് എന്നുള്ള ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് എറ്റിക്യൂട്ട്സ് ഓർ നെറ്റിക്യൂട്ട്സ്. എറ്റിക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഞ്ച് ഒറിജിൻ ആയിട്ടുള്ളൊരു വേർഡാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അത് എറ്റിക്യൂട്ട്സ് എന്ന് പറയും. അപ്പോൾ എറ്റിക്യൂട്ട്സ് ഈസ് എ കസ്റ്റമറി കോഡ് ഓഫ് ബിഹേവിയർ ഇൻ സൊസൈറ്റി എമംഗ് മെമ്പേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഫഷൻ ഓർ എ ഗ്രൂപ്പ്. ഒരു കസ്റ്റമറി കോഡ് ഓഫ് ബിഹേവിയർ ആണ് ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കിടയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രത്യേക കോഡ് ഓഫ് ബിഹേവിയർ. While using internet, we have to follow certain code of conduct to ensure the reputation of both പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ. നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ റെപ്യൂട്ടേഷന്, ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എറ്റിക്യൂട്ട് അഥവാ നെറ്റിക്യൂട്ട് എന്ന് പറയുന്നത്. ദിസ് കറക്റ്റ് ഓർ അക്സെപ്റ്റബിൾ വേ ഓഫ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ഈസ് കാൾഡ് നെറ്റിക്യൂട്ട്. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് യൂസിങ് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തെയാണ് നമ്മൾ പറയുന്നത് നെറ്റിക്യൂട്ട്. ഓക്കെ, അപ്പോൾ എറ്റിക്യൂട്ട്സ് ആൻഡ് നെറ്റിക്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ദെൻ ഹിയർ ആർ സം റൂൾസ് ടു ഫോളോ ആസ് പാർട്ട് ഓഫ് ഇമെയിൽ എറ്റിക്യൂട്ട്സ്. ഇമെയിൽ എറ്റിക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഒരു കസ്റ്റമറി ബിഹേവിയർ ഉണ്ടായിരിക്കുമല്ലോ, കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കുമല്ലോ ഇമെയിലിനും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മെയിൻറ്റെയിൻ പ്രൈവസി. നമ്മൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. വളരെ ബ്രീഫായിട്ട് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ബി ക്ലിയർ ഇൻ യുവർ സബ്ജക്റ്റ് ലൈൻ. സബ്ജക്റ്റ് ലൈനിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ദെൻ ഡോണ്ട് ഇമെയിൽ ആംഗ്രിലി. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റാണ്. നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വേറെ പ്രജുഡൈസസ് വെച്ചൊന്നും നമ്മൾ നമ്മളെ ഇമോഷൻസും കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. നമ്മൾ ദേഷ്യപ്പെട്ടോ ഒന്നും ഇമെയിൽ ചെയ്യാൻ പാടില്ല. ദെൻ അവോയ്ഡ് യൂസിങ് ഷോർട്ട് കട്ട്സ് ടു റിയൽ വേർഡ്സ്, ഇമോഷൻസ്, ജാർഗൺസ് ഓർ സ്ലാങ്. ജാർഗൺസും സ്ലാങ്സും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കണം. നമ്മൾ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ, ചില ജാർഗൺസ്, സ്ലാങ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇമെയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദെൻ യുവർ ഇമെയിൽ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു. നമുക്കറിയാം, നമ്മളൊരു പ്രൊഫഷൻ്റെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു ഇമെയിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ റെസിപ്പിയനെ മനസ്സിലാക്കിയതിന് ശേഷം ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളൊരു ബോധ്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ഇമെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എറ്റിക്യൂട്ട്സ് അഥവാ നെറ്റിക്യൂട്ട്സ് അതുപോലെ നെറ്റിക്യൂട്ട്സ് എന്നുള്ള ഭാഗത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് പോയി ഇത്രയെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് നോക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ ഞാൻ പെരിഫറലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് കേട്ടാൽ തന്നെ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ടേംസിനെയും കാര്യങ്ങളെയും കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാര്യങ്ങളും ഇതിലുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. നമ്മൾ അക്കാഡമിക്കിൽ മുന്നേ പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇതത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും സമ്മറി ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇമെയിൽ ഒക്കെയാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു റിസ്യൂം, അതുപോലെ ബയോഡാറ്റ,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽസും കാര്യങ്ങളും എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അല്ലാതെ വളരെ പുതുതായിട്ടൊന്നും ഒരുപാട് ടോപ്പിക്സും കാര്യങ്ങളും ഒന്നും ഇതിൽ പഠിക്കാനില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നല്ല രീതിയിലൊന്ന് വായിച്ച് ഒറ്റ തവണയെങ്കിലും ടെക്സ്റ്റിലെ എക്സാമ്പിൾസിലൂടെ ഒന്ന് പോയി നോക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഈ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾസും കൂടി വായിച്ചിട്ടൊന്ന് പോവുക. മേ ബി എക്സാമിന് ഇനി ഒരു കാര്യം, ഇപ്പോൾ ഒരു CV ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മോഡൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ എക്സാം വളരെ ടഫായിരിക്കും. ഒരു CV പ്രിപ്പയർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോഡൽ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു പോർഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ചിട്ട് എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം.